നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെയും വല്ല അബദ്ധവും പറ്റിയോ നിനക്ക്? ഇല്ല. എന്തായാലും ഇത്തവണ മാഡം എന്നെ ഏൽപ്പിച്ച ജോലി നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പാവേ മോളെ, കരയില്ലേ ബാവേ? പറയേ, പിന്നെയും വല്ല അബദ്ധവും പറ്റിയോ നിനക്ക്? ഇല്ല. എന്തായാലും ഇത്തവണ മാഡം എന്നെ ഏൽപ്പിച്ച ജോലി നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ അനിയത്തി പ്രസവിച്ച കുഞ്ഞിനെ ആ ശിവരാമന്റെ ഭാര്യയുടെ അടുത്തും ശിവരാമന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ മാഡത്തിന്റെ അനിയത്തിയുടെ അടുത്തും മാറ്റിക്കെടുത്തിട്ടുണ്ട്. അതും ആർക്കും സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ. രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞ് നിന്നെ ഞാനൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? ഞാൻ പറഞ്ഞതിന്റെ ഇരട്ടിയാ ഇപ്പൊ നീ ചെയ്തതിനുള്ള പാരിതോഷികമായി ഞാൻ തരാൻ പോകുന്നത്. ഞാൻ നിന്നെ വിളിക്കാം. ശരി മാഡം. നെല്ലിശ്ശേരിയുടെ സർവ്വസമ്പത്തിനും അവകാശിയായവൾ ചോർന്നൊലിക്കുന്ന ദരിദ്രനായ ശിവരാമന്റെ വീട്ടിലും അയാളുടെ ഗതിയില്ലാത്ത പെങ്കൊച്ച് നെല്ലിശ്ശേരിയുടെ സിംഹാസനത്തിലും. അപ്പൊ ഇനിയാണ് ശരിക്കുള്ള ട്വിസ്റ്റുകൾ നടക്കാൻ പോകുന്നത്. കരയല്ലേ മോളെ, കരയല്ലേ, കരയല്ലേ മോളെ. വാവേ വാവേ, ഓ വാവേ, ഓ കരയല്ലേ, കരയല്ലേ മോളെ, മോളെ. മോളെ കരയില്ലേ? മോളെ ശിവേട്ട, ആ നഴ്സിനെ ഒന്ന് വിളിക്കൂ. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. നീ അതിന് പാല് കൊടുക്കും, അപ്പൊ എന്റെ കരച്ചിലൊക്കെ നിന്നോളും. പാല് കുടിക്കുന്നില്ലെന്നേ. കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന ശേഷം കരച്ചിൽ തന്നെയാ എപ്പോഴും. ആ സിസ്റ്ററിനെ ഒന്ന് വിളിക്ക്. എനിക്ക് കരച്ചിൽ കേട്ടിരിക്കാൻ വയ്യ ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ പോകാം. ഓ വിളിക്കാം, നീ ഒന്ന് അടങ്ങിയിരിക്കും.
മോള് കരച്ചിൽ നിർത്തുന്നില്ല സിസ്റ്റർ. കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇനി താകുന്നേ. ഞാനിപ്പോ വരാം. എന്താ സിസ്റ്ററെ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത്? സാഹചര്യങ്ങളോടൊക്കെ ഇണങ്ങി വരുന്നതല്ലേ ഉള്ളൂ. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെയാ. ശ്ശെ, 2-3 ദിവസം കഴിയുമ്പോ ശരിയാവും. ആള് വലിയ കരച്ചിലാണല്ലോ. കൊറേ നേരമായി തുടങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടും കരച്ചില് മാറുന്നില്ല. ചേട്ടന്റെ കുഞ്ഞാണോ? അതെ. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. എനിക്ക് കുഞ്ഞുങ്ങൾ കരയുന്ന കാണുമ്പോ വലിയ വിഷമം. അതാ. ശരി, എടുത്തോളൂ. എന്തടാ? കുഞ്ഞുറങ്ങിയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.